നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗസയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്നും തുടങ്ങുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി ഗസയിൽ തുടരുന്നു. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് 3 ഇസ്രായേൽ ബന്ദികളെ, അതായത് ഹമാസ് തടവിലാക്കിയ ഇസ്രായേലുകാരെ 3 യുവാക്കളെ ഇസ്രായേലിൻ്റെ IDF സേന തന്നെ അബദ്ധത്തിൽ വെടിവെച്ചു കൊന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ അത് അവർ തന്നെ ഇസ്രായേൽ സേന തന്നെ സമ്മതിക്കുകയും ടെലവീവിൽ വലിയ പ്രതിഷേധം ഇസ്രായേൽ സൈന്യത്തിന് നേരെ, പ്രതിരോധ മന്ത്രാലയത്തിന് നേരെ ഉണ്ടാവുകയും ഒടുക്കം ഇനി ഒരു ഏറ്റുമുട്ടലിലൂടെ ബന്ദികളെ മോചിപ്പിക്കുന്ന ഒരു കൃത്യത്തിന് ഇനിയില്ല, നയതന്ത്രത്തിലൂടെ മാത്രമേ ഇനി ബന്ദികളെ മോചിപ്പിക്കുന്ന ശ്രമമുള്ളൂ എന്ന ഒരു നിലപാടിലേക്ക്, തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തുകയും ചെയ്യുകയാണ്. അത് അവരുടെ ഒരു പരാജയമാണെന്നുള്ള വിലയിരുത്തൽ ആഗോളതലത്തിൽ തന്നെ ഉയരുകയും ചെയ്യുന്നു. ആ തരത്തിൽ ഓരോ ദിവസവും നിരപരാധികളെ കൊന്നൊടുക്കുമ്പോഴും വലിയ തോതിൽ പിന്മാറ്റത്തിലേക്ക് ഇസ്രായേൽ പോകുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. നാസർക്ക, ഈ 3 പേരെ അബദ്ധത്തിൽ വെടിവെച്ചു കൊന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ വ്യക്തതകൾ ഇനിയും വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇസ്രായേലുകാരെ കണ്ടപ്പോൾ ഇവർ തിരിച്ചറിഞ്ഞില്ലേ? അവരുടെ കൂടെ ഈ അൽ-ഖസാം ബ്രിഗേഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതൊരു വെടിവെച്ചു കൊന്നു എന്നുള്ളൊരു വാദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു പൂർണ്ണമായ വ്യക്തത വരുന്നില്ല. ഒന്നാമത്, ഇത് അബദ്ധത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അബദ്ധത്തിൽ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം അല്ല. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അവർ തന്നെ പറഞ്ഞത്, ഇതുവരെ അവിടെ മരിച്ച 118 പട്ടാളക്കാരിൽ, ഇസ്രായേൽ പട്ടാളക്കാരിൽ 20 പേരെ ഞങ്ങൾക്ക് തന്നെ കൊന്നപ്പെട്ടു. അത് സൗഹൃദ ഒരു ഫ്രണ്ട്ലി എന്ന് അവർ പറയുന്ന അബദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് പോകുന്നതിനാണ് സാധാരണ അതിൽ പട്ടാള ഭാഷയിൽ പിന്നെ ഫ്രണ്ട്ലി ഗൺഫർ എന്ന് പറയാം. അങ്ങനെയാണ് പറ്റിപ്പോയത് എന്ന് പറയുന്നു. അത് പട്ടാളക്കാർ തമ്മിൽ ആണെങ്കിൽ, ഇത് അബദ്ധത്തിൽ എന്ന് വിശ്വസിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം, ഇത് നടന്ന് മണിക്കൂറുകൾക്കകം ഇസ്രായേലി ഗവൺമെൻറ്റോ, ഇപ്പം ഈ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നെതന്യാഹുവോ, ഇസ്രായേലി ഗവൺമെൻറ്റോ ആരും പറയുന്നതിന് മുമ്പ് തന്നെ IDF തന്നെയാണ് പത്രസമ്മേളനം നടത്തി ഈ കാര്യം പുറത്തുവിട്ടത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇസ്രായേലിൽ ടെലവീവിലും ജെറുസലേമിലും നടക്കുന്ന കാര്യമായ ചർച്ച. എന്തിന് ഇസ്രായേൽ അത് ഈ IDF തന്നെ അത് പുറത്തുവിട്ടുവെന്ന്. പിന്നെ ജയപോസ്റ്റ് പോലത്തെ വളരെ പ്രധാനപ്പെട്ട ഇസ്രായേൽ പത്രങ്ങളിലൊക്കെ രാവിലെ തന്നെ ഇതിനെ സംബന്ധിച്ച്, ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് വലിയ അവലോകനങ്ങൾ വരികയും എന്നിട്ട് പലതും അത് പിൻവലിക്കുകയും ചെയ്തു. ആ അവലോകനങ്ങളിലൊക്കെ വേറെ ചില പോയിന്റുകൾ അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം IDF ഇത് ചെയ്യാനുള്ള കാരണം, ഇത് ചെയ്യാൻ മീൻസ് വെടിവെപ്പല്ല, അതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തി പുറത്തുവിടാനുള്ള കാരണം എന്താണ്? അത് ഇവർക്കിത് ഇത്രയൊരു വലിയൊരു വാർത്ത പുറത്തു വന്നാൽ ഇസ്രായേലിൽ അതിനെക്കുറിച്ചുണ്ടാകുന്ന അതിഭയങ്കരമായ രാഷ്ട്രീയ വിവാദം, ഇസ്രായേലുണ്ടാകുന്ന ജനരോഷം, ഇതൊക്കെ മുൻനിർത്തിയിട്ട് യുദ്ധം നിർത്താനുള്ള ഒരു ആഗ്രഹം IDF-നുണ്ടോ എന്നുള്ളത് ആ തരത്തിൽ ചിന്തിക്കാവുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, കഴിഞ്ഞ ആഴ്ച തുടങ്ങുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ആഴ്ചയിലെ തുടക്കം ഒരു 4-5 ദിവസമായിട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർനൈം ഈ ഇസ്രായേലി മന്ത്രിസഭയ്ക്ക് മുമ്പിൽ, ഈ യുദ്ധകാല മന്ത്രിസഭയ്ക്ക് മുമ്പിൽ ഒരു നിർദ്ദേശം വെക്കുന്നു. ബന്ദിമോചനം ചർച്ചയിലൂടെയാവാം, ഞാൻ ഖത്തറിൽ പോയിട്ട് വീണ്ടും ചർച്ചകൾ പുനരാരംഭിച്ചിട്ട് കരാറുണ്ടാക്കി വരാം എന്ന് പറഞ്ഞപ്പം ഇസ്രായേലി അന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രിസഭ ഇത് തള്ളിക്കളയുന്നു, ഈ നിർദ്ദേശം തള്ളിക്കളയുന്നു. അവരോട് പോകണ്ട എന്ന് പറയുന്നു. യുദ്ധത്തിലൂടെ തന്നെ ഒരു ബുദ്ധികളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ഈ സംഗതി കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നതും. ഇപ്പോഴത്തെ ഈ വെടിവെപ്പ്, ഈ 3 ആളുകളെ വെടിവെച്ചു കൊന്നു എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ അവസാനത്തോടു കൂടി തന്നെ IDF-ൻ്റെ വക്താവ് തന്നെ പ്രഖ്യാപിക്കുന്നു, ഇനി യുദ്ധത്തിലൂടെയുള്ള മോചനമില്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഇനി നയതന്ത്ര മാർഗങ്ങളിലൂടെയുള്ള മോചനമേ ഉള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം വരുന്ന വാർത്ത, ഈ മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർനൈം യൂറോപ്പിലേക്ക് പോകുന്നു. യൂറോപ്പിലൊരു രാജ്യത്ത് വെച്ചിട്ട് ഖത്തർ അമീറുമായിട്ട് ചർച്ചകൾ പുനരാരംഭിക്കും. എന്നിട്ട് ഈ ആഴ്ചയുടെ അവസാനത്തോടെ തന്നെ പുനരാരംഭിക്കും. ബന്ദിമോചന ചർച്ചകൾ അങ്ങനെ തുടരുന്നു എന്നാണ്. ബന്ദിമോചന ചർച്ചകൾ ആ രീതിയിലേക്ക് വഴിതിരിഞ്ഞു കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, ഒന്ന്, ആ ഒരു കാരണം കൊണ്ട് ഇത്രയും സംഭവങ്ങൾ ഇതിന് പിന്നാലെ ബന്ദിമോചനത്തിനുള്ള നയതന്ത്ര മാർഗങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒന്ന്. 2, ഈ സൈഫ് പറഞ്ഞൊരു കാര്യം അതിലുണ്ട്. ഈ ആളുകളെ ഇവർക്ക് ഇവർ പോയിരിക്കുന്നത് എന്തിനാണ്?
ഇവരുടെ പ്രധാനപ്പെട്ട ഈ യുദ്ധത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ ഒന്ന് ബന്ദികളെ മോചിപ്പിച്ചു കൊണ്ടുവരിക. 3 കാര്യമാണ് അവർ പറഞ്ഞത്. ബന്ദികളെ മോചിപ്പിച്ചു കൊണ്ടുവരിക, ഹമാസിനെ ഇല്ലാതാക്കുക, ഹമാസ് ഇല്ലാത്തൊരു ഭരണം അവിടെ സ്ഥാപിക്കുക എന്നുള്ളത്. ഇത് ബന്ദിമോചനം എന്നുള്ള ആ 3-ൽ-1 പരിപൂർണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇതുകൊണ്ട് കാണുന്നത്. അതിലത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ ബന്ദികളെ തെരഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു യൂണിറ്റിനെ തന്നെ വിട്ടിരുന്നു. ഇസ്രായേൽ സേനയുടെ IDF-ലെ 98-ാം ഡിവിഷനിൽ 98-ാം ഡിവിഷനിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുത്തിട്ട് ഒരു ലഫ്റ്റനൻറ്റ് ജനറലുടെ നേതൃത്വത്തിലുള്ള ലഫ്റ്റനൻറ്റ് ജനറൽ യോഷേം ഹെർഷിഗോവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ ഈ ആളുകളെ കണ്ടെത്താൻ വേണ്ടി നിയോഗിച്ചിരുന്നു. ഇവർക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ ഇവരാക്രമിക്കപ്പെടുകയും ഈ ബന്ദികളെ കണ്ടെത്താനുള്ള സംഘത്തിൻ്റെ തലവനടക്കം 2 ആളുകൾ അവർ ഡിസംബർ 6-ാം തീയതി കൊല്ലപ്പെട്ടു. ഈ ബന്ദികളെ കണ്ടെത്താനുള്ള സംഘത്തിൻ്റെ തലവൻ കൊല്ലപ്പെട്ടു. അത് ഡിസംബർ 6-നാണ്. 8-ാം തീയതി വേറൊരു സംഭവം നടക്കുന്നുണ്ട്. 8-ാം തീയതി ഡിസംബർ 8-ന് സംഭവിക്കുന്നത് ഒരു ബന്ദിയെ ഇവർ കണ്ടെത്തി. ഈ മോചിപ്പിക്കാനുള്ള ആളുകൾ ഒരു ബന്ദിയെ കണ്ടെത്തി. ബന്ദി താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് വരെ എത്തി. വീടിൻ്റെ അടുത്ത് വരെ എത്തിയപ്പം അവിടെ ഏറ്റുമുട്ടലുണ്ടാവുകയും ഈ ബന്ദി കൊല്ലപ്പെടുകയും ചെയ്തു. ബന്ദി കൊല്ലപ്പെട്ടെന്ന് മാത്രമല്ല, ബന്ദിയെ കൊല്ലപ്പെട്ടതിൻ്റെ വളരെ ദയനീയമായ ദൃശ്യങ്ങൾ, ചോര പടർന്നു കിടക്കുന്ന അതിദയനീയമായ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. എത്തിയാൽ ബന്ദിയുടെ അടുത്ത് നിങ്ങളെത്തിയാൽ ഇതാണ് ഉണ്ടാവുക എന്ന് അവർ കാണിച്ചു കൊടുത്തു. തന്നെയുമല്ല, ആ ബന്ദിമോചന ശ്രമവുമായിട്ട് അങ്ങോട്ട് പോയ ആളുകൾ തിരിച്ചോടിയപ്പം അവർ ആയുധങ്ങളും ഈ ആശയവിനിമയ സംവിധാനങ്ങൾ വരെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചോടി. ആ സാധനങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തതിൻ്റെ ദൃശ്യം മറ്റോട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് 3-ാമത്തതാണ് ഇപ്പം അവർ തന്നെ ബന്ദിമോചനത്തിന് പോയ പട്ടാളക്കാർ തന്നെ വെടിവെച്ചിട്ട് 3 ബന്ദികൾ മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നോക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ ബന്ദിമോചനം എന്നുള്ള ഇവരുടെ യുദ്ധത്തിൻ്റെ 3 കാരണങ്ങളിൽ 1-ാമത്തതായ ബന്ദികളെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു സാധനം പരിപൂർണമായി പരാജയപ്പെട്ട് കഴിഞ്ഞു. അത് ഈ ഹമാസിൻ്റെ വക്താക്കൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ തീരുമാനിച്ചിട്ടല്ലാതെ, ഞങ്ങളോട് സംസാരിച്ചിട്ടല്ലാതെ ഒരു ബന്ധിയെ പോലും മോചിപ്പിച്ചു കൊണ്ടുപോകില്ല. അത് സത്യമാണ് എന്ന് തെളിഞ്ഞു. 3-ൽ-1 പരാജയപ്പെട്ടു. ഞങ്ങൾ അതിനുവേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. 2, ഇതിലത്തെ ഒരു പ്രശ്നം ഇതാണ്. ഈ ആളുകൾ ഇവർ പറയുന്നത് 3 ആളുകളെ അതിരാവിലെ കണ്ടു. സംശയകരമായ സാഹചര്യത്തിൽ 3 ആളുകളെ കണ്ടു. അവരെ കൊന്നുപോയി. അവരെങ്ങ് കൊന്നുപോയി എന്നുള്ള. ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ആളുകൾ അറബികളല്ല, ഇതല്ല. അതിലത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെയാണെങ്കിൽ അവരെ വെടിവെച്ച ആളുകൾ ആരായിരുന്നു എന്നുള്ളതാണ്. എനിക്കതിൽ പ്രധാനപ്പെട്ട് തോന്നുന്ന ഒരു സംശയം, അത് ഇസ്രായേലി പട്ടാളം ആയിരുന്നോ വെടിവെച്ചത്? ഇസ്രായേലി പട്ടാളമാണെങ്കിൽ അവർക്ക് ഈ ഇസ്രായേലികളെ കണ്ടാലറിയില്ലേ മീൻസ് വേറൊരു കാരണം കൊണ്ട് മാത്രമല്ല, വേഷം കൊണ്ട് മാത്രമല്ല, ഇവരിത്ര കാലമായിട്ട് ബന്ദികളായിട്ട് കഴിയുന്ന ആളുകളാണ്. അവർ ക്ഷീണിതരായിരിക്കും, അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവില്ല, ഇതൊക്കെ ഉറപ്പ്. അതിലെല്ലാം 2 സംശയങ്ങൾ. ഒന്ന്, ഇത് പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ഇസ്രായേലി പട്ടാളത്തിൻ്റെ കൂടെ തന്നെ ഒന്ന് അമേരിക്കൻ പട്ടാളമുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അമേരിക്കയിലെ മറ്റേ ഈ ബന്ദിമോചന കമാൻഡോകൾ മാത്രമുള്ള ആളുകൾ അതിലുണ്ട്. അപ്പം അമേരിക്കൻ പട്ടാളമുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ അമേരിക്കൻ പട്ടാളത്തോടു കൂടി റഷ്യക്കെതിരെ യുക്രൈനിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം കൂലിപ്പടയാളികൾ ഇവിടെയുണ്ട് എന്ന് വരുന്നുണ്ട്. ഇങ്ങനെ ഇസ്രായേലികളല്ലാത്ത ഏതെങ്കിലും കൂലിപ്പട്ടാളക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ പട്ടാളക്കാരോ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അബദ്ധത്തിൽ ഡെൽറ്റ ഫോഴ്സിൻ്റെ അമേരിക്കൻ മിഷനറിയായി അമേരിക്കയുടെ അമേരിക്കൻ പട്ടാളക്കാർ തന്നെ അമേരിക്കയുടെ മറൈൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അബദ്ധത്തിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത, ഇതിൽ നിന്ന് തെളിഞ്ഞു വരുന്നൊരു സാധനം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗസയിൽ IDF ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ മുന്നിൽ നിന്ന് എന്തെങ്കിലും അനങ്ങുന്നത് കണ്ട അപ്പോൾ വെടിവെക്കുക എന്നുള്ളതാണ്. അത് എന്തോ ആവട്ടെ, ആരാണെങ്കിലും, അത് കുട്ടികളാവട്ടെ, വൃദ്ധരാവട്ടെ, ഇനി പരിക്കേറ്റ് കിടക്കുന്ന മനുഷ്യന്മാർ തന്നെ ആവട്ടെ, ഫോട്ടോഗ്രാഫർമാരാവട്ടെ, ആരാണെങ്കിലും മുന്നിൽ ആരെ കണ്ടാലും മുന്നും പിന്നും നോക്കാതെ അപ്പം വെടിവെക്കുക എന്നുള്ള, അങ്ങനെ വെടിവെച്ചതും ആവാം ഇത്. ഏതായാലും ഇത് അബദ്ധത്തിലാണ് എന്ന് പറയാൻ പറ്റില്ല. ഇത് അവർ പട്ടാളം കരുതിക്കൂട്ടി ചെയ്തിട്ട് അതിൻ്റെ ഇപ്പം അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വയ്ക്കും, IDFിൻ്റെ വഴിക്കും, മൊസാദിൻ്റെ വഴിക്കും ആണ്. അപ്പോൾ ഇത് IDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു രാഷ്ട്രീയ നീക്കമാണോ തോക്കുകൊണ്ട് നടത്തിയത് എന്ന് പോലും സംശയിക്കാവുന്നതാണ്. നിഷാദ്, എന്ന് വെച്ചാൽ IDFിനും അടുത്തിട്ടുണ്ട്, ഒരളവ് വരെ മൊസാദിനും അടുത്തിട്ടുണ്ട്. ആകെക്കൂടി നെതന്യാഹുവിൻ്റെ താല്പര്യത്തിൻ്റെ പുറത്താണ് യുദ്ധം മുന്നോട്ട് നീങ്ങുന്നത് എന്നൊരു വാദവും വിലയിരുത്തലും ഉയരുന്നുണ്ടല്ലോ. അതിനാക്കം കൂട്ടുന്നതാണോ ഈ സംഭവം? ഓഫ് കോഴ്സ്, ഇപ്പം നാസർക്ക് പറഞ്ഞ തിയറിയെ നമുക്ക് അങ്ങനെ വിചാരിക്കാൻ കഴിയുന്ന കുറേ ന്യായങ്ങളുണ്ട്.
അതായത് IDF ഇപ്പോൾ ഇസ്രയേലികളായ 3 പേരെ കൊന്നു. ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് പോയി 3 ഇസ്രയേലികളെ കൊന്നു എന്ന് കൊന്നതിൻ്റെ പിറ്റേന്ന് തന്നെ വന്ന് അവർ സമ്മതിക്കുക എന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ആദ്യം അൽ അഹ്ലി ആശുപത്രിയിൽ രാത്രി ബോംബിട്ടു, 500 പേരെ കൊന്നു. അവരിട്ട ബോംബാണ്. പക്ഷെ വളരെ പെട്ടെന്ന് അത് ഞങ്ങൾ കൊന്നതല്ല, അത് ഹമാസിൻ്റെ റോക്കറ്റ് തെറ്റി വീണും കൊല്ലപ്പെട്ടതാണ് എന്ന കള്ളം പറയാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല അവർക്ക്. ഇവർക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 3 പേര് കൊല്ലപ്പെട്ടപ്പോൾ ഇത് ഹമാസ് കൊന്നതാണ്, നോക്കൂ ഹമാസ് ബന്ദികളെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി നമുക്കൊരു വലിയ യുദ്ധം ആവശ്യമുണ്ടെന്നൊരു കള്ളം പറഞ്ഞാൽ പറയും. ആ കള്ളം എന്തിനു പറയാതിരിക്കുന്നു? അൽ അഹ്ലി ആശുപത്രിയിൽ ബോംബിട്ടത് ഞങ്ങളല്ല, ഹമാസ് ആണ് എന്ന് കള്ളം പറഞ്ഞവർക്ക് 3 സ്വന്തം പൗരന്മാർ കൊല്ലപ്പെട്ട കേസിൽ വളരെ പെട്ടെന്ന് കുറ്റസമ്മതം നടത്തുന്നത് എന്തിനാണ്? ആ കുറ്റസമ്മതം വലിയ തോതിലുള്ള രോഷാഗ്നി സ്വന്തം രാജ്യത്തുണ്ടാക്കുമെന്ന് ഡിഫൻസ് ഫോഴ്സിനറിയാം. നെതന്യാഹു എല്ലാ ദിവസവും പോയി ഡിഫൻസ് ഫോഴ്സിലെ ആളുകളെ കണ്ട് ഗംഭീരമായിരിക്കുന്ന കുട്ടികളെ, നമ്മൾ വിജയിക്കും, നമ്മൾ പോരാടും എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുഖം കണ്ടിട്ടുണ്ടോ? അവർ വെൽ പ്രിവിലേജഡായിട്ട് ജീവിച്ചിട്ടുള്ള മനുഷ്യന്മാരാണ്. ഏത് ബോംബുകൾ കൊണ്ടിട്ട് ആളുകളെ കൊല്ലുക, അതിൽ ആനന്ദിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പുറത്തേക്ക് ഒരു ആക്രമണവും വരാതിരിക്കുകയും കൊല്ലപ്പെടാതിരിക്കുകയും ചെയ്ത അതിൻ്റെ ഒരു സവിശേഷമായ പ്രിവിലേജിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. അവരിപ്പോൾ നിരന്തരം കൊല്ലപ്പെടുകയാണ്. ഇസ്രയേൽ ഔദ്യോഗികമായി സമ്മതിക്കുന്ന പോലല്ല. ഇസ്രയേൽ പറയുന്ന കണക്കും ഹോസ്പിറ്റൽ കാഷ്വാലിറ്റി രേഖയിലുള്ള കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഇസ്രയേലിലെ പട്ടാളക്കാർ വലിയ തോതിൽ കൊല്ലപ്പെടുന്നു. അവർക്ക് ഏരിയൽ ബോംബാർട്ട്മെൻറ്റാണ് ശീലം, കരയുദ്ധം അവർക്ക് ശീലമില്ല. നീണ്ട കാലത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് നിങ്ങൾ കരയുദ്ധത്തിന് വരൂ എന്ന് ഹമാസ് അവരെ ക്ഷണിക്കുന്നത്. അവിടേക്ക് ചെന്ന് കയറുമ്പോൾ ഇവിടുന്ന് ഒക്കെ ഇപ്പോൾ ഈ പറയുന്ന ഹമാസിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഹമാസ് അവരെ നിരീക്ഷിക്കുന്നത്, വെടിവെച്ച് കൊല്ലുന്നത്, അവരുടെ ടാങ്കുകൾ കത്തിക്കുന്നതിൻ്റെ എമ്പാടും വീഡിയോ പുറത്തു വരുന്നുണ്ട്. സോ ആ കരയുദ്ധത്തിൽ അവർക്ക് നില തെറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് കരയുദ്ധം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ആ ടെറൈനിൽ എങ്ങനെയാണ്, തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ എങ്ങനെയാണ് നീങ്ങേണ്ടത്, ആരാണ് ശത്രു, ആരാണ് സിവിലിയൻ ഒന്നും മനസ്സിലാവാത്ത വിധമുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവർ അഭിമുഖീകരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ യുദ്ധം നിർത്താനാവും വിധത്തിൽ ഓൾറെഡി വലിയ സമ്മർദ്ദം ഇസ്രയേലിനകത്തുണ്ട്. ബന്ധികൾ എവിടെയും ചോദിച്ചോളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, നെതന്യാഹുവിൻ്റെ വീടിന് മുമ്പിൽ വലിയ ഒരു പ്രതിഷേധ റാലി നടക്കുന്നത് കണ്ടു. സോ അതിനെ ഫ്യൂവൽ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു എന്ന് സ്വാഭാവികമായും ഇതിനെ വിചാരിക്കണം. കാരണം പട്ടാളത്തെ സംബന്ധിച്ച് അവരുടെ മുറയിൽ അവരുടെ ആത്മവീര്യം ചോർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും പട്ടാളക്കാരുടെ ഡെഡ് ബോഡി വരികയും ഗുരുതരമായി പരിക്കേറ്റവരുടെയും ഭാഗികമായി തകർന്നവരുടെയും വിവരങ്ങൾ വരുന്നു. അവർ തകർന്ന വാഹനങ്ങളുടെ, പിടിച്ചെടുക്കപ്പെട്ട ആയുധങ്ങളുടെ വിവരങ്ങൾ വരുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ച്, ഇസ്രയേൽ ആർമിയെയും ഇസ്രയേൽ സൈന്യത്തെ സംബന്ധിച്ച് അത് പരാജയമാണ്. കുറേ ബോംബിട്ട് കുറേ ആളുകളെ കൊന്നൊന്ന് ഒഴിച്ചു നിർത്തിയാൽ ഹമാസ് എന്ന് പറഞ്ഞ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പുമായിട്ടുള്ള പോരാട്ടത്തിൽ അവർക്ക് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ബന്ദികളെ മോചിപ്പിക്കുക എന്നത് ആക്രമണത്തിലൂടെ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം 45 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബോംബാർഡ്മെൻറ്റ് നടത്തിയതിന് ശേഷവും ഒരു ബന്ദി മോചന കരാറുണ്ടാക്കുകയും 300 പേരെ വിട്ടുകൊടുക്കുകയും ചെയ്തിട്ട് പകരമാണ് ഈ പറയുന്ന 100-ലധികം ബന്ദികളെ തിരിച്ചു കിട്ടിയത്, ആക്രമണത്തിലൂടെയല്ല. ഇനിയും അങ്ങനെ ഒരു സന്ധി ഉണ്ടാക്കൂ. നെതന്യാഹുവിൻ്റെ റൂമിനകത്തേക്ക് കയറി വന്ന ബന്ദികൾ പറഞ്ഞ മുഴുവൻ പേരെ വിട്ടുകൊടുത്തിട്ടായാലും ബാക്കിയുള്ളവർ കൊണ്ടുപോവാ എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭാര്യയും അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെ അദ്ദേഹത്തിന് അന്ന് അവിടെ അടിയുടെ വക്കിലെത്തിപ്പോയി. എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഭർത്താവിനെ അവിടെ നിർത്തി ഭാര്യയെ മാത്രമൊക്കെയാണ് അവിടെ വിട്ടിരിക്കുന്നത്. സോ അതുണ്ടാക്കുന്ന ഒരു വൈകാരിക സമ്മർദ്ദം വളരെ വലുതാണ്. സോ അതുകൊണ്ട് പട്ടാളം വലിയ തോതിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പിന്നെ മൊസാദ് അവർക്കും അറിയാം, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, ആ രാജ്യം ലോകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വലിയ ഒറ്റപ്പെടലിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നടത്തുന്ന ഈ കൂട്ടക്കുരുതിക്കെതിരെ 118 രാജ്യങ്ങളിലാണ് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയത്. 118 രാജ്യങ്ങളിൽ ഇസ്രയേൽ ഈ ചെയ്യുന്നത് ശരിയല്ല, 2 രാഷ്ട്രങ്ങളുണ്ടാവണം, ഫലസ്തീൻ, ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് 118 രാജ്യങ്ങളിൽ നിന്നായി 2000-ലധികം വലിയ കൂറ്റൻ പ്രകടനങ്ങൾ, ലോകത്തെ ഏജൻസികൾ മാർക്ക് ചെയ്ത പ്രകടനങ്ങൾ, ചെറുതും വലുതുമായി വേറെ ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ മാർച്ചൊക്കെ ആ കൂട്ടത്തിൽ മാർക്ക് ചെയ്യപ്പെടുന്നത്. അങ്ങനെ 2000 പ്രതിഷേധ പ്രകടനങ്ങൾ 120ഓളം രാജ്യങ്ങളിലായി അരങ്ങേറി. എന്ന് വെച്ചാൽ എന്താണ്, ഇസ്രയേൽ ഒരു കില്ലർ കൺട്രിയാണെന്ന് വിളിച്ചു പറയുന്ന മനുഷ്യന്മാരുടെ എണ്ണം കൂടുകയാണ്. ആ എണ്ണം കൂടുന്നത് നയതന്ത്ര തലത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന പ്രഷർ ചെറുതല്ല. ഓരോ ബോംബ് വീഴുമ്പോഴും, ഓരോ കെട്ടിടം വീഴുമ്പോഴും അമേരിക്കയുടെ ലോക സ്വീകാര്യതയുടെ ഓരോ പില്ലർ വീണുകൊണ്ടിരിക്കുകയാണ്. സോ അതുണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല, അത് അവർക്കറിയാം, അവിടുത്തെ ഡീപ് സ്റ്റേറ്റിനറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന പിന്തുണ പറയാണ്. ഏറ്റവും അവസാനം വന്ന ഒരു സർവേ റിപ്പോർട്ട് എന്താണ്, ഗസയിൽ ഈ വലിയ കെടുതി ഉണ്ടാകുമ്പോഴും ഹമാസിനുള്ള പിന്തുണ കുറയുന്നില്ല, കൂടുകയാണ്. എന്ന് മാത്രമല്ല, വെസ്റ്റ് ബാങ്കിൽ ഹമാസിൻ്റെ പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഈ ചെയ്യുന്നതാണ് ശരി. കാരണം വെസ്റ്റ് ബാങ്കിലെ ജനങ്ങൾ നിരന്തരമായി പ്രശ്നം അനുഭവിക്കുകയാണ്. വെസ്റ്റ് ബാങ്ക് സ്വതന്ത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് 62% ആരുടെ കയ്യിലായിരിക്കുന്നത്, ഇപ്പോഴും അവന്മാരുടെ കയ്യിലിരിക്കുകയാണ്. അവർ വന്നിട്ട് തോന്നിയാസം കാണിക്കുകയാണ്. 2 ലക്ഷത്തോളം തോക്ക് ലൈസൻസ് അപേക്ഷകൾ ഓൾറെഡി സർക്കാരിൻ്റെ കയ്യിൽ വരികയും ആളുകൾക്ക് അമേരിക്കൻ നിർമ്മിത തോക്കുകൾ വാരി വെതറി കൊടുത്തുകൊണ്ടിരിക്കുകയും അക്രമം നടത്തുന്ന കുടിയേറ്റക്കാർക്ക് വിസ കൊടുക്കില്ല എന്ന് ബ്രിട്ടനും അമേരിക്കയ്ക്കും വരെ പറയേണ്ടി വന്നു. ആ നിലക്കുള്ള അക്രമം നടക്കുകയാണ് അവിടെ. സോ ഹമാസിൻ്റെ പിന്തുണ കൂടിക്കൊണ്ടിരിക്കുന്നു. സിവിലിയൻസിനിടയിൽ തന്നെ ഹമാസ് ഉണ്ട്, അവരവിടെ നിന്ന് ഇവന്മാരെ തിരിച്ചു വെടിവെക്കുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. സോ ആ നിലയ്ക്കുള്ള
എന്താണ് പറയുക, വലിയ പ്രതിരോധം അവർ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ ഇസ്രയേൽ മഹാമാസാണ്, കണ്ടോ, ചുണ്ടങ്ങ കൊടുത്തു വഴുതനങ്ങ വാങ്ങിച്ചില്ലേ, 20,000 പേരെ പുഷ്പം പോലെ കൊന്നില്ലേ, ഗസ ഇല്ലാതാക്കിയില്ലെന്നൊക്കെ പറയാം. ഒരു അണുബോംബിട്ടാൽ ഒരുപാട് പേരെ കൊല്ലാൻ പറ്റും. പക്ഷേ അതിൻ്റെ സൈനിക വിജയം എവിടെ എന്ന ചോദ്യത്തിന് ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ വലിയ പ്രശ്നത്തിലാണ്. അവർക്ക് അവരുടെ ബന്ധികളെ തിരികെ കൊണ്ടുവരാമെന്നുള്ള ടാർഗറ്റിലേക്ക് ഒട്ടും സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ടണലിനകത്ത് കയറാൻ പറ്റില്ല സൈഫു. നമ്മൾ ഇന്നലെ പറഞ്ഞു ഇവിടെ, ടണലിനകത്ത് ഇസ്രയേലി പിള്ളേരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ ദേഹത്ത് ഗോപ്രോ ക്യാമറ വെച്ച് കെട്ടി, അവരുടെ ദേഹത്ത് ബോംബുകൾ വെച്ച് കെട്ടി, പലസ്തീൻ പിള്ളേരെ പലസ്തീൻ പിള്ളേരെ, പലസ്തീനിലെ 15-20 വയസ്സുള്ള ചെറുപ്പക്കാരെ പിടിച്ചിട്ട് അവരുടെ ദേഹത്ത് ഗോപ്രോ വെക്കും, ദേഹത്ത് സ്ഫോടന വസ്തു വെച്ച് ടണലിൽ കയറ്റി വിടുകയാണ്. എന്നിട്ട് ആ വീഡിയോ നോക്കും. എന്നിട്ട് അവിടെ ആരെങ്കിലും ബന്ദികളെ എന്താ പറയുന്നത്, ഹമാസിനെ കണ്ടാൽ ഇത് പൊട്ടിക്കാനുള്ള പ്ലാനിലാണ് കയറ്റി വിടുന്നത്. തന്നെ കയറാൻ പേടിയാണ്, ഇത്രയും വലിയ എക്യുപ്മെൻറ്റ്സ് ഉള്ള, ഇത്രയും വലിയ സേനയുള്ളവർക്ക്. കാരണം എന്താണ്, വ്യാജ ടണലുകളിൽ കയറി ഇഷ്ടംപോലെ ആൾക്കാർ കൊല്ലപ്പെട്ടു. സോ എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു കരയുദ്ധത്തിൻ്റെ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഇല്ലാതെ അവർ പ്രയാസം അനുഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് അയാളുടെ രാഷ്ട്രീയ എക്സിസ്റ്റൻസിന് വേണ്ടി അയാൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. അതിനെത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയും എന്നതാണ്. ഇനി ഇസ്രയേൽ ഇനീഷ്യേറ്റീവ് എടുത്തൊരു വെടിനിർത്തൽ ഇതാ വരാൻ പോവുകയാണ്. ഈ 2 ക്വസ്റ്റ്യനാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. ഈ യുദ്ധം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്ന് ന്യായമായും വിചാരിക്കണം. അല്ലാതെ ഇസ്രയേലിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. IDF പറയുന്നത് നമുക്കിത് നിർത്താം, മോളിൽ നിന്ന് ബോംബിടാമെന്നാണ് പറയുന്നത്. അത് കേൾക്കുമെന്നാണ് കാണേണ്ടത്. അപ്പോൾ 3 ബന്ദികളെ അബദ്ധത്തിൽ വെടിവെച്ചു എന്നത് അത്ര പെട്ടെന്ന് ദഹിക്കാവുന്ന ഒരു വാദവും ഒരു വെളിപ്പെടുത്തലുമല്ല. അതിനകത്ത് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.